ഇത് തന്നെ ഉണ്ടല്ലോ നമ്മളൊന്നും ജീവിതത്തിൽ കാണാത്ത സംഭവം ഇതൊക്കെ. ഈ വ്യവസായത്തിന്റെ പർപ്പസ് ഉണ്ടല്ലോ. ഈ RR 310 എഞ്ചിനും എല്ലാ സംവിധാനമാണ്. കാറിലൊക്കെ വെക്കുന്ന പെർഫ്യൂംസ് ഉണ്ട്. അതും വിലക്കുറവിൽ കിട്ടുന്ന സാധനം. അയ്യോ ഇതെന്തുവാ അത്? ഓൺസ് അത് 50% ഒക്കെ ഉണ്ടാവും. 300 rupees അല്ലേ? ഫുള്ള് വലിയ ബിറ്റ്. ഇത് എന്ത് KTM ന്റെ. ഓക്കെ, ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? ആ റെഡ് അതൊക്കെ അലോവിയിലും അതുപോലെ ടയറും ഉണ്ടോ? 950 രൂപ വരും. 900. ഹലോ വൺ, ദിസ് ഈസ് ഫവാസ്, യു വാച്ചിങ് ADOPIX. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉക്കടം മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്. അതിന് മുന്നേ ആയിട്ട് ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എത്രത്തോളം എമൗണ്ട് കുറഞ്ഞിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്, അതായത് നമ്മുടെ നാട്ടിലും അതുപോലെ പുറത്തൊക്കെ കിട്ടുന്നതിൻ്റെ ഇരട്ടി എമൗണ്ട് നമുക്ക് കുറച്ചിട്ട് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കാം. പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അതിൻ്റെ എത്രത്തോളം പ്രൈസ് ഡിഫറൻസിലാണ് കാണുന്നതെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഇതെല്ലാം ഉക്കാടം മാർക്കറ്റിൻ്റെ ഫസ്റ്റ് വേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ദാർപ്പാവളിൻ്റെ ഒരു ഷോപ്പ് എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് ഷോപ്പ് വരുന്നത്. ഇതിന്റെ ദാർപ്പായി കച്ചവടം കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഫിഷ് ഫൗണ്ടേഷൻ അഗ്രികൾച്ചർ പർപ്പസിന്റെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അப்புறம் നമ്മൾ വെയർ ഹൗസ്. അപ്പൊ ഈ വ്യവസായത്തിന്റെ പർപ്പസ് ഉണ്ടല്ലോ, അതുണ്ട്. ഇങ്ങനത്തെ എല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെ ബൾക്കായിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത്? ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്, റീറ്റെയിൽ ഉണ്ട്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്യാം. ബൾക്ക് എടുക്കാൻ പറഞ്ഞാൽ ഏറ്റവും വളരെ കുറഞ്ഞും കൊടുക്കാം. ഇതിനിപ്പോ എത്രയാ വരുന്നത്? ഈ 300. ഇത് 300 ഇല്ല, ഇത് 120 GS. 120. ഓക്കെ, അതിനകത്ത് 120 GS മാക്സിമം നിങ്ങൾ 12 കൊമ്പ് എടുത്താ നിങ്ങൾ 108 സ്ക്വയർ ഫീറ്റ് 300 രൂപയുടെ ഉള്ളിൽ വരും. 300 രൂപ ഒരു ദാർപ്പായി. സൈസ് കൂടുമ്പോൾ വിലയും കൂടും, ക്വാളിറ്റിന്റെ വില കൂടുമ്പോൾ അങ്ങനെ കൂടും. ബോഡി കവറാണ് ഇതെല്ലാം. ഇതിന്റെ ബോഡി കവറാണ്. ഓക്കെ, ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ടഫ്ലോൺ മെറ്റീരിയൽ. റബ്ബർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതെടുത്താൽ നിങ്ങൾക്ക് 1800 രൂപ വരും. 1800 രൂപ ഫസ്റ്റ് ക്വാളിറ്റി നൈലോൺ. ഓക്കെ, ഇതിന്റെ ഓർഡിനറി കവർ ഉണ്ട്. ഇതെടുത്താൽ നിങ്ങൾ 950 രൂപ വരും. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം എത്ര പ്രൈസ് വരും? നിങ്ങൾ പുറത്ത് മേടിക്കുമ്പോൾ 1500 1600 രൂപ വരും. 1600 രൂപ വരും. ഇപ്പോൾ ദാർപ്പായിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് റേറ്റ് കുറവാണ്. ഏറ്റവും വളരെ കുറഞ്ഞ 50% ഡിസ്കൗണ്ട്. 50% ഡിസ്കൗണ്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊക്കെ ഇതാ ടാർപോളിൻസ് ആണ്. പല രീതിയിൽ മീറ്റർ അനുസരിച്ചും അതിൻ്റെ തിക്നെസ് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. അത് പകുതി വിലയിലാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് ഫുള്ള് വണ്ടിയുടെ കാറിൻ്റെ ഒക്കെ അലോവിയിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെക്കൻഡ് ഹാൻഡ് ആണെന്ന് തോന്നുന്നു. ഇതാ ഫുള്ള് ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒക്കെ പ്രൈസ് വളരെ കുറവാണ് കേട്ടോ. ഇവിടെയൊക്കെ ബൈക്കിൻ്റെ പാർട്സുകളാണ് കേട്ടോ. ഒക്കെ സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ ഇതാ ഇവിടെയൊക്കെ കാണാം. ഇപ്പോൾ നമ്മളുള്ളത് ബൈക്കിൻ്റെയും കാറിൻ്റെയും ആക്സസറീസ് ഉള്ളതാണ്. ഫുള്ളി ഹോൾസെയിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും കാണാം നമുക്ക്. എങ്ങനെയാണ് ഇവിടെ പ്രൈസൊക്കെ വരുന്നത് ഓരോ ഇതിന്? ലൈറ്റ് അങ്ങനത്തെ ഇതിനൊക്കെ കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലേക്കാൾ എത്ര എമൗണ്ടിന് ഡിഫറൻസ് ഉണ്ടാവും? വളരെ കുറവാണ്. ഒരു 50% ഒക്കെ ഉണ്ടാവും. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഓൺസ്, അതുപോലെ തന്നെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ല ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ബാക്ക് ലൈറ്റ്, അങ്ങനെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരുപാട് ലൈറ്റ്സ്, ഓൺസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ എല്ലാ ഷോപ്പുകൾക്കും 84, 85 അങ്ങനെ ഓരോ നമ്പറുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇതാ കാറിൻ്റെയൊക്കെ ആക്സസറീസ് ഉള്ളതാണ്. ഇവിടെ ഇതാ വലിയ സൗണ്ട് പ്രൂഫർ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ഇത് കണ്ടില്ലേ, ഇതാ ആൻഡ്രോയിഡിൻ്റെ ഇത് നമ്മുടെ കാറിൽ സെറ്റ് ചെയ്യുന്നത്, ലൈറ്റ്, പെർഫ്യൂം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും. എല്ലാ ആക്സസറീസും ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സീറ്റ് കവർ, സീറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കാണാം. കണ്ടേ വീൽ കപ്പുകൾ, ഇത് കണ്ടോ സ്ക്രീന്. ഇത് നമ്മൾ വെയിൽ കൊള്ളുന്നതല്ലേ? ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരുമോ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്? കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ മുകളിൽ പ്രസ് ചെയ്ത് വെക്കുക അല്ലേ? ഗ്ലാസിൻ്റെ 200 രൂപ. ഇതിപ്പോൾ പുറത്താണെങ്കിൽ എത്ര വരും ഏകദേശം? 350 രൂപേൻ്റെ മാറ്റം അല്ലേ? 300 rupees അല്ലേ?
എല്ലാ പാർട്സും ഉണ്ടോ? എത്ര ഇതിന് പ്രൈസൊക്കെ വരുന്നത്? ഇവിടെ ഫുള്ള് ലൈറ്റാണ് കേട്ടോ. കാർസിൻ്റെയും ബൈക്കിൻ്റെ എല്ലാ ലൈറ്റും ഉണ്ട്. ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? ഇതല്ല, ഇൻഡിക്കേറ്റർ അല്ലേ? 300 രൂപ. ഇവിടെ കണ്ടില്ലേ ഫുള്ള് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുന്ന സംഭവം. ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? ആ റെഡ് അതൊക്കെ? റെഡ് 2 പീസ് നമുക്ക് 900 രൂപ. ഒരുപാട് ടൂൾസൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ജാക്ക് ചെയ്യാനുള്ള. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ടൂൾസ്. ഇതാ ഫ്രഷാണ്, ഇതൊക്കെ ഫ്രഷാണ് ഫുള്ളായിട്ട്. അവിടെ മിറേഴ്സ്, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്. മിറേഴ്സ്, ടയേഴ്സ്. ഇവിടെ നമുക്കൊരു ഉസ്മാൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കട്ടിങ് ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. ഇതാ പുള്ളിക്കാരൻ്റെ ഷോപ്പാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാം എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത്. ഉള്ളിൽ വലിയ ബിറ്റ്സുകളൊക്കെ ഇതാ. ഇതൊക്കെ ഓരോ ഐറ്റംസ്. ഇതൊക്കെ എന്താണ് നിങ്ങൾ ഫുള്ള് വലിയ ബിറ്റ്. ഇത് എന്ത് വലിയ ഏകദേശം നല്ല സൈസ്. നമ്മളൊക്കെ ചെറിയ ചെറിയ ബിറ്റാണല്ലോ കണ്ടത്. ഇത് ഇവിടെ ഫുള്ളായിട്ട് ഫുൾ ബിറ്റുകൾ എല്ലാം നമ്പർ ഇട്ടിട്ട് ഉണ്ടോ? അയ്യോ, ഇതെന്തോ അത് ഇതെങ്ങനെയാ? ഇത് നിങ്ങൾ തൂക്കത്തിനാണ്? എങ്ങനെയാണ് ഇതിന് പ്രൈസ് വരുന്നത് പീസിന്? ഓക്കെ, വരും. ഇത് ഇവിടെ എത്ര റേറ്റ് വരുന്നത്? 20,000. അടിപൊളി. അത്രയും ഡിഫറൻസ് അല്ലേ? ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? ഇത് പുറത്താണെങ്കിൽ എത്ര വരും? ഫുള്ള് ക്വാളിറ്റി ഉള്ള ഐറ്റംസ്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കുന്നതാണ്. 300 rupees വരും. പുറത്താണെങ്കിൽ 1000 rupees റേഞ്ച്. 1000. അത്രയും മാറ്റം വരുന്നുണ്ടല്ലേ? ഫുള്ളായിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിടക്കുന്നത്. അയ്യോ, ഇതൊക്കെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏകദേശം ഇത്രയും സ്റ്റീലിന് ഉപയോഗിക്കുന്നത്. സ്റ്റീലിന് യൂസ് ചെയ്യുന്നതാണല്ലേ? മെഷർ ചെയ്യുന്നതാണ്. മെറ്റീരിയൽ മെഷർ ചെയ്യുന്നുണ്ട്. 3 മീറ്റർ വരെ കിട്ടും. ഇത് വന്ന് 2000 rupees വരും. 2000. പുറത്താണെങ്കിൽ ഇപ്പോൾ ഏകദേശം എത്ര വരും നമുക്ക്? 7000 8000 rupees വരും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഫുള്ള് റീമറാണ്. ഇതിന്റെ ഓരോ ഐറ്റംസിൽ ഓരോ സൈസിലുള്ള സംഭവങ്ങൾ അല്ലേ? ഓക്കെ, ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഉള്ളിൽ ഫിനിഷിംഗ് ചെയ്യുന്നതാണ്. സ്റ്റീലിന്. ഓക്കെ, മില്ലിംഗ് കട്ടേഴ്സ് ആണ് ഇത്. 2000 rupees. അതെ, 9000 rupees വരും. ഇത്ര വലുത് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് കിട്ടും. എല്ലാം കണ്ടില്ലേ, ചെറിയത് മുതൽ വലുത് വരെ. അടിപൊളി. അപ്പോൾ ചുറ്റും ഈ പറഞ്ഞ പോലെ ചുറ്റും നമുക്ക് ഫുള്ള് ഷോപ്പുകളാണ് അല്ലേ രേഷിടാ? ഒരു 2 വീലറിന്റെ ഉണ്ട്, അതുപോലെ മെഷീനറികളുണ്ട്. പിന്നെ അതിൽ ഒരേ കാറ്റഗറി വരുന്ന തന്നെ അപ്പുറം ആയിട്ട് പലതാണ് അല്ലേ? മെഷീനറി നമ്മൾ കാണാത്ത ലോകത്തുള്ള ഏത് മെഷീനറിയുടെയും പാർട്സ് അവിടെ ഒരു ബിറ്റ്, അത് വിലക്കുറവിൽ കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ കിട്ടുന്ന ഒരു സ്ഥലം. ചുറ്റും ഷോപ്പുകളാണ്. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ നമ്മൾ കാണാത്ത ഒരുപാട്, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുന്ന രീതിയിലാണ് പലതും. ഇതില് നമ്മള് R15 V1 V2 FZ KTM വലിയ ബൈക്കിന്റെ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. 100 രൂപയിൽ നിന്ന് 10,000 രൂപയും 75,000 രൂപ വരെയും സാധനം കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ടാങ്ക്, അത് എല്ലാ പാർട്സും ഉണ്ട് അല്ലേ? 390 ഇഞ്ചിൻ ഉണ്ട്. KTM-ന്റെ. ഓക്കെ, ഇത് ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഫുള്ള് എഞ്ചിന് മാത്രം. ഓക്കെ, ഇതിന് മാത്രം നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ 2,500. പുറത്ത് വേണം പറഞ്ഞാൽ നിങ്ങൾ 10,800 രൂപ ഈ പീസ് മാത്രം വരുള്ളൂ. അപ്പാച്ചി RR 310 എഞ്ചിനും എല്ലാ സംവിധാനമാണ്. ഇത് ഓൾഡ് ബൈക്സിന്റെ ഇതാണ്, പാർട്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട്. ഇതൊക്കെ 8ന്റെ സ്പെയർ ആണ്. ഉണ്ട്, അതുപോലെ എല്ലാ ഐറ്റംസും ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സംഭവം ഉണ്ട്. ഇവിടെ മീറ്റർ, ഇതൊക്കെ ആക്റ്റീവ്. ഇത് ഏതാ ബൈക്ക്? ഇത് വിട്രി GLX TVS-ന്റെ. ഇത് ഇതിന്റെ സ്പേസന്റെ. ഓക്കെ, ഇത് പൾസറിന്റെ കാർബറ്റ്. ആക്ടിവോ ആക്സസ് അതിന്റെ ക്ലച്ച്. ഇത് സ്റ്റാർട്ടിങ് 50 രൂപ.
50 രൂപ. ഓക്കെ, 50 രൂപ തൊട്ടിട്ട് 750 വരെ അല്ലേ? 250 വരെയൊക്കെ. ഓക്കെ, അടിപൊളി. നമുക്ക് ബൈക്കിൻ്റെ എൻജിൻസ്, പല ബ്രാൻഡിൻ്റെ എൻജിൻസ് ഇവിടെ കാണാം. എല്ലാം ഉണ്ട് കേട്ടോ. ബൈക്ക്, കാർസ്, അതിൻ്റെ ആക്സസറീസ്, പുതിയതും പഴയതും എല്ലാം നമുക്ക് ഇവിടെ കാണാം. 20,000-25,000 പുറത്ത് വരുന്ന സംഭവം അതെന്നെ കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. ഏകദേശം 10,000 രൂപ, 15,000 രൂപയുടെയൊക്കെ ഡിഫറൻസ് ആണ് വരുന്നതെന്നാണ് ഇവർ പറഞ്ഞ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് വയറിംഗ് ആണ്. എല്ലാ ബൈക്കിൻ്റെയും ഫുൾ വയറിങ് എല്ലാം ഉണ്ട്. ഇവിടുന്ന് ഒന്നും കിട്ടാത്തതായിട്ടൊന്നുമില്ല. അടിപൊളി. എത്ര എഞ്ചിനാന്ന് നോക്കി, ഫുള്ള് എല്ലാ വണ്ടിയുടെ ഉണ്ടാവും അല്ലേ? ഇവിടെ സംഭവം ഫുള്ള് കോമഡി ആയിട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ബൈക്ക്, കാറ്, ഇത് തന്നെ ഉള്ളു. എന്താ ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടോ? അത്ഭുതപ്പെട്ടൊന്നുമില്ല, ഒരു നിഗൂഢ കഥ. അടിപൊളിയില്ല. ഇവിടെ വന്ന ഒന്നുമില്ല, ഒന്നും കിട്ടാത്തതില്ല, ഒന്നും കിട്ടാത്തതില്ലടേ. അടിപൊളി. എല്ലാ ബൈക്സ്, കാർസ്, എക്യുപ്മെന്റ്സ്, എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡും ഫസ്റ്റും ഒക്കെ ഉണ്ടാവും. എന്താ നിനക്ക് പറയാനുള്ളത്? എന്റെ വണ്ടിയുടെ 4 ടയർ. അത് ഊരി കൊടുക്കണോ? എടുക്കാൻ പോവാണ്. കൊറിയർ വേറെ എന്തോന്ന്? 2 ടയർ, ഒരു ക്യാമറ മാത്രം ഇപ്പൊ കൈയോടെ വന്നു. റിവേഴ്സ് ക്യാമറ ആമസോണിൽ വരെ 650 രൂപയാണ് എന്റെ ചാർജ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്ന തോന്നുന്നു. വേറൊരു കവാടം കൂടെ ഉണ്ട്, ഇതും അതിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ട് വരുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഉക്കാടം മാർക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടല്ലോ. ഇതിൽ പലതും ഉപകാരപ്പെടുന്നുണ്ട്. പലർക്കും ഇതിൽ എന്താണ് നമ്മൾ കാണിച്ച എക്യുപ്മെൻറ്റ്സ് ഒക്കെ പലരും അറിയുന്നവരുണ്ട്. നമ്മൾ ജീവിതത്തിൽ കാണാത്ത പല എക്യുപ്മെൻറ്റ്സും ഇവിടുന്ന് കണ്ടു. നിങ്ങൾ വിഷ്വൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാൾ ഇരട്ടിയിലധികം എമൗണ്ട് നമുക്ക് കുറഞ്ഞ് ഇതിൽ കിട്ടുന്നതാണ് പല സംഭവങ്ങളും. നമ്മൾ റേറ്റൊക്കെ ചോദിക്കുമ്പം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് കുറവുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണോ എന്നുള്ളതും, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.